PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയിൽ നിന്നും തിരഞ്ഞെടുത്ത 10 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറും വരെ ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത ഏത്? സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറും വരെ ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും കടമെടുത്തിരിക്കുന്നത് ഈ ആക്ടിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ആക്ട് നിലവിൽ വരുമ്പോൾ 321 സെക്ഷനുകളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാലവേല നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ബാലവേല നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. 1986 ഈ നിയമം നിലവിൽ വന്നത്. 14 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ സംരക്ഷണം ലഭിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2010 ആണ്. ഈ നിയമം പാസാക്കിയത് 2009 ആർട്ടിക്കിൾ 21A പ്രകാരം 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് തീരുമാനിച്ചു. ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം മൗലിക അവകാശമായ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് അധികാരമുള്ളത്. 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ലഭിച്ചത്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്ന ഈ അവകാശം പിന്നീട് നിയമ അവകാശമായി മാറി. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമ അവകാശമായി മാറിയത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏത്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 1976 42 ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് 1976 സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭാഗം 4A ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം 1977 ജാനുവരി 3. 1976 42 ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി. ഇതിൻ്റെ ആർട്ടിക്കിൾ 51A മുതൽ ആർട്ടിക്കിൾ 51AJ വരെയാണ്. നിലവിൽ 11 മൗലിക കടമകൾ ഉണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. കൂടാതെ വിവാഹം, വിവാഹമോചനം, കുടുംബാസൂത്രണം, സാമ്പത്തിക ആസൂത്രണം, ദത്തെടുക്കൽ മുതലായവയും ഉൾപ്പെടുന്നു. യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം, ലോട്ടറി, സെൻസസ്, ടെലഫോൺ, തപാൽ, കോർപ്പറേഷൻ നികുതി, വിദേശകാര്യം, കസ്റ്റംസ് തീരുവ, റെയിൽവേ, ഇൻഷുറൻസ് മുതലായവയും സ്റ്റേറ്റ് ലിസ്റ്റിൽ കൃഷി, മത്സ്യബന്ധനം, പൊതുജനാരോഗ്യം, കെട്ടിട നികുതി, കാർഷിക നികുതി, ഭൂനികുതി, ഗതാഗതം, പോലീസ്, ജയിൽ മുതലായവയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശമാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32.
ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 330 മുതൽ 342 വരെ. പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338, പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338A, പിന്നോക്ക വിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338Bയുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.